ഭയം, എല്ലാത്തരം ഭയങ്ങളും ഉൾപേടികളും എല്ലാം പൂർണ്ണമായും മാറ്റാൻ കഴിയും. 100% ഉറപ്പായി മാറ്റാൻ കഴിയും. ഭയങ്ങൾ മാറ്റിയെങ്കിലേ പുതുതായി എന്തെങ്കിലും നേടാൻ കഴിയൂ എന്ന് ഓർക്കുക. നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 3 പോയിന്റുകളാണ് എല്ലാത്തരം ഭയങ്ങളും പൂർണ്ണമായും മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം. അറിവില്ലായ്മ കൊണ്ട് ഭയം ജനിക്കാതിരിക്കും, ഭയം ഇല്ലാതിരിക്കും. തിരിച്ചറിവുകൾ ഭയം ജനിപ്പിക്കും, ഭയം ഉണ്ടാക്കും. വിദ്യകളും ആവർത്തനവും ഭയം മാറ്റിക്കളയുകയും ചെയ്യും. ഭയങ്ങൾ ഉണ്ടാകുന്നതിന്റെ വിവിധങ്ങളായ കാരണങ്ങളും ഭയങ്ങൾ മാറ്റാനുള്ള വിവിധങ്ങളായ ഉപാധികളും പറയാം. വിശദീകരിക്കേണ്ടുന്ന വിഷയമായതിനാൽ അത്യാവശ്യം വിശദീകരണങ്ങൾ ഉണ്ടാകും. ആവശ്യമുള്ളവർ ക്ഷമയോടെ ശ്രദ്ധാപൂർവം വീഡിയോ മുഴുവനായും കാണുക. അജ്ഞത, അറിവില്ലായ്മ ഭയം ജനിപ്പിക്കാതിരിക്കുന്നതിന്റെ, ഭയം ഉണ്ടാക്കാതിരിക്കുന്നതിന്റെയും തിരിച്ചറിവ് ഭയം ഉണ്ടാക്കുന്നതിന്റെയും ലളിതമായ ഒരു ഉദാഹരണം നോക്കാം. ഒരാൾ നടന്നു പോകുന്ന ഒരു വഴിയിലെ ഒരു കലുങ്കിനടിയിൽ, ഒരു ചെറു പാലത്തിനടിയിൽ ഒരു പുലി കിടക്കുന്നുണ്ട് എന്നിരിക്കട്ടെ. അത് അയാൾ അറിഞ്ഞില്ല എങ്കിൽ അയാൾ യാതൊരു ഭയവും കൂടാതെ ആ വഴിയിലൂടെ നടന്ന് ആ കലുങ്ക്, ആ പാലവും കടന്ന് നടന്നു പോകും. പക്ഷേ ആ പാലത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ അതിനടിയിൽ ഒരു പുലി ഉണ്ട് എന്ന വ്യക്തമായ അറിവ് ലഭിച്ചാൽ ഭയം പിടികൂടുകയും ചെയ്യും. 2-3 വയസ്സു മാത്രം പ്രായമുള്ള, പിച്ച വെച്ച് നടക്കാൻ മാത്രം അറിയുന്ന ഒരു കൊച്ചു കുട്ടിക്ക് ഒരു തിരക്കേറിയ റോഡിലേക്ക് നടക്കാനോ ഒരു വെള്ളത്തിലേക്ക്, ഒരു കുത്തൊഴുക്കുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങാനോ പേടിയുണ്ടാകില്ല. അവിടെ ഭയം ഉണ്ടാകുന്നില്ല. ആ വെള്ളത്തിന്റെ കാര്യം എടുത്താൽ ആ വെള്ളത്തിന്റെ അപകട സാധ്യത, അത് അപകടം ഉണ്ടാക്കുമെന്നുള്ള അറിവില്ലായ്മയാണ് അവിടെ ഭയം ജനിപ്പിക്കാതിരിക്കുന്നത്. സ്വല്പം കൂടെ മുതിരുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്, നീന്തൽ അറിയാതെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്, ആഴമുള്ള വെള്ളത്തിലേക്കോ കുത്തൊഴുക്കിലേക്കോ ഇറങ്ങുന്നത് മരണ കാരണമായേക്കാം എന്നുള്ള അറിവ് അവിടെ ഭയം ജനിപ്പിക്കുന്നു. ആദ്യം അറിവില്ലായ്മ ഭയം ജനിപ്പിച്ചില്ല, രണ്ടാമത് ആ തിരിച്ചറിവ് ഭയം ഉണ്ടാക്കി. ഇനി ആ നീന്തൽ എന്ന വിദ്യ സ്വായത്തമാക്കുമ്പോൾ അതിന് മുകളിലൂടെ അപകടം കൂടാതെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള, നീന്താൻ കഴിയുമെന്നുള്ള ആ വിദ്യ ആവർത്തനം കൊണ്ട് സ്വായത്തമാക്കി കഴിയുമ്പോൾ വീണ്ടും ആ ഭയം മാറുകയും ചെയ്യുന്നു. ഇപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ലാതെ എന്താണ് കാരണമെന്ന് പോലും യാതൊരു വ്യക്തതയുമില്ലാതെ, എന്തിനാണ് ഈ ഉള്ളിൽ ഭയം തോന്നിക്കുന്നത് എന്ന യാതൊരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത പല അകാരണ ഭയങ്ങളും അനാവശ്യ ഭയങ്ങളും കണ്ടുവരാറുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ചിലത് ജീനോമാറ്റിക്, ഹെറിഡറ്റിക്, ജനറ്റിക്കായി പാരമ്പര്യമായി പകർന്നു കിട്ടിയതാകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഉമ്മയുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആ മാതാവിന് നേരിട്ട ചില ഞെട്ടലുകളോ മാനസിക സമ്മർദ്ദങ്ങളോ ഭയങ്ങളോ ആകാം. അത് ജനിച്ചതിന് ശേഷം മുതിരുമ്പോൾ അത് അകാരണ ഭയങ്ങളായി ഉടലെടുക്കാം. അതുപോലെ തന്നെ ജനിച്ചതിന് ശേഷം തിരിച്ചറിവില്ലാത്ത പ്രായത്തിലുണ്ടായ ഭയങ്ങളോ ഞെട്ടലുകളോ മുന്നോട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട കേട്ടുകേൾവികളും ഇത്തരം അകാരണ ഭയങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. ഏതായാലും ഏതാണ്ട് 500ഓളം വ്യത്യസ്തങ്ങളായ ഭയങ്ങൾ, ഫോബിയകൾ വ്യത്യസ്തങ്ങളായ പേരുകളിൽ തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എല്ലാത്തരം ഭയങ്ങളും പൂർണ്ണമായും മാറ്റാൻ കഴിയുക എന്ന് നോക്കാം. അതിന്റെ ആദ്യ പടിയായി ചില തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഉദാഹരണം, മസിൽ ഉണ്ടാവുകാനായി ജിംനേഷ്യത്തിൽ പോകുന്ന ആദ്യ ദിവസങ്ങളിൽ മസിൽ അല്ല ഉണ്ടാവുക, വേദനയാണ് ലഭിക്കുക. പക്ഷെ നിരന്തരം ജിംനേഷ്യത്തിൽ പോകുമ്പോൾ ആ വേദന മാറുകയും മസിൽ ഡെവലപ്മെന്റ്, മസിൽ ഉണ്ടാവുകയും ചെയ്യും എന്നതുപോലെ ആത്മാർത്ഥമായി മുന്നോട്ട് പോയാൽ 100% ഫലം ഉറപ്പാണ്. ആ ഒരു തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആ ഭയം മാറ്റാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് പോവുക. മാനസികവും ഭൗതികവുമായ എല്ലാത്തരം ഭയങ്ങളും തടസ്സങ്ങളും മാറ്റി ജീവിതത്തിൽ മുന്നേറിയവരെല്ലാവരും തന്നെ അതിനാവശ്യമായ ഹോംവർക്കുകൾ ചെയ്തവരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഭയം മാറ്റാനുള്ള ആദ്യ പടി, ഒന്നാമത്തെ സ്റ്റെപ്പ്, ഐഡന്റിഫൈ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ ഭയങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഭയമുള്ളത് എന്ന് തിരിച്ചറിയുകയാണ് ആദ്യ പടി. അതിനായി ഒരു റഫ് ബുക്ക് വയ്ക്കുക. ഒരു റഫ് ബുക്ക് വെച്ച് ഏതൊക്കെ സാഹചര്യങ്ങളാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഭയം ഉണ്ടാക്കുന്നത് എന്ന് 1 by 1 ആയി ലിസ്റ്റ് ചെയ്ത് തന്നെ എഴുതുക. ഒറ്റയ്ക്ക് ഒരാളോട് സംസാരിക്കാൻ പേടി, അപരിചിതരോട് സംസാരിക്കാൻ പേടി, ആൾക്കൂട്ടത്തോട് സംസാരിക്കാൻ പേടി, സ്റ്റേജിൽ സംസാരിക്കാൻ പേടി, തിരക്കേറിയ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പേടി, വിജനമായ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പേടി, വെള്ളം പേടി, തീ പേടി, വൈദ്യുതി പേടി, ഇടിമിന്നൽ പേടി, ഉയരം പേടി, ഫ്ലൈറ്റ് യാത്ര പേടി, ഇരുട്ടു പേടി,
ഭൂതപ്രേത പിശാച് പേടി, ചില വളർത്തുമൃഗങ്ങളെ പേടി, പരാജയപ്പെടുമോ എന്ന പേടി, റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന പേടി അഥവാ തഴയപ്പെടുമോ എന്ന പേടി, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന പേടി, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായേക്കാമോ എന്ന പേടി, മറ്റുള്ളവർ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാമോ എന്ന പേടി, നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന പേടി, വേദനയെ പേടി, വേദന ഉണ്ടാകുമോ എന്ന പേടി, ഏതെങ്കിലും കേസുകളിൽ അകപ്പെടുമോ എന്ന പേടി, ആരെങ്കിലും കേസുകളിൽ അകപ്പെടുത്തുമോ എന്ന പേടി. പറഞ്ഞു വന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ ഭയങ്ങളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഒന്ന് കണ്ടെത്തി, ഓരോന്നായി ഒന്ന് ആലോചിച്ച് കണ്ടെത്തി അതൊന്ന് ലിസ്റ്റായി തന്നെ എഴുതി വെക്കുക. അത് ഏറ്റവും പ്രധാനമുള്ളത് ആദ്യം അങ്ങനെ വേണമെന്നില്ല കേട്ടോ, ചിലർ അങ്ങനെ സംശയിക്കാറുണ്ട്. അങ്ങനെ വേണമെന്നില്ല, നിങ്ങളുടെ എല്ലാ ഭയങ്ങളും ഒന്ന് ലിസ്റ്റായി എഴുതി വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ എഴുതി വെച്ച ഭയങ്ങൾ ഓരോന്നും എപ്പോഴാണ് സ്റ്റാർട്ട് ആയത് എന്നൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അതെല്ലാത്തിനും ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. ഏത് സാഹചര്യത്തിലാണ് അത് ആദ്യമായി ആ ഭയം സ്റ്റാർട്ടായത്, ഏതെങ്കിലും ഒരു പ്രത്യേക അനുഭവം കൊണ്ടാണോ ഒരു പ്രത്യേക ഭയം സ്റ്റാർട്ടായത്, അതോ മറ്റെവിടെയെങ്കിലും കണ്ടത് കൊണ്ടോ കേട്ടത് കൊണ്ടോ ഭാവിയിൽ സംഭവിച്ചേക്കാമോ, എനിക്കും കൂടെ അത് സംഭവിച്ചേക്കാമോ എന്നുള്ള ഒരു മുൻകൂർ ഭയം കൊണ്ടാണോ, അങ്ങനെ ഏതെല്ലാം സാഹചര്യത്തിലാണ്, എന്ത് കാരണം കൊണ്ടാണ്, ഏത് സാഹചര്യം കൊണ്ടാണ് ആ ഭയം ഉണ്ടായത് എന്നൊന്ന് അന്വേഷിക്കുക. സ്വയം ഉള്ളിലേക്കൊന്ന് അന്വേഷിക്കുക, സ്വയം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ അതും എഴുതി വെക്കുകയും ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, ഭയം എന്നത് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സർവൈവൽ മെക്കാനിസം ആണ് എന്നുള്ള തിരിച്ചറിവാണ്. പല ഭയങ്ങളും ഉള്ളത് കൊണ്ടാണ് ജീവിച്ചിരിക്കാൻ കഴിയുന്നത് തന്നെ. ചില ഭയങ്ങളില്ലായിരുന്നുവെങ്കിൽ അപകടങ്ങളിൽ പോയി ചാടുകയോ, ചില ഭയങ്ങളില്ലായിരുന്നുവെങ്കിൽ മരണകാരണമായ അപകടങ്ങളിൽ പോലും പോയി പെടുകയോ ചെയ്യുമായിരുന്നു. അതിനെയാണ് സർവൈവൽ മെക്കാനിസം അഥവാ അതിജീവന മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ മോഡേൺ ലൈഫിൽ പൂർവികർ ജീവിച്ചിരുന്നതിനേക്കാൾ താരതമ്യേന സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യന് ആധുനിക ജീവിത കാലഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത പല ഭയങ്ങളും മാറ്റുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. ഏതായാലും പറഞ്ഞു വന്ന മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ കാതൽ, ഭയം എന്നത് ഒരു കുറ്റമോ കുറവോ അല്ല, മനുഷ്യന്റെ സർവൈവൽ മെക്കാനിസത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയുകയാണ്, അക്നോളജ് ചെയ്യുകയാണ്. പലരിലും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെന്ന് മാത്രം. നാലാമത്തെ പോയിന്റ്, ചലഞ്ച് യുവർ ഫിയർ വിത്ത് ഫാക്ട്സ്. നിങ്ങളുടെ ഭയങ്ങളെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ചോദ്യം ചെയ്യുക. നിങ്ങളുടെ ഭയങ്ങളെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുക. ഉദാഹരണത്തിന്, ഞാൻ ഈ പേടിക്കുന്ന ഈ കാര്യം ചെയ്താൽ, ഞാൻ ഈ ഭയക്കുന്ന കാര്യം ചെയ്താൽ അങ്ങേയറ്റം എന്താണ് സംഭവിക്കുക? ഞാൻ ഈ ഭയക്കുന്ന കാര്യം ചെയ്താൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം എന്താണ്? ആ ഭയക്കുന്ന കാര്യം അത് മോശമായത് സംഭവിച്ചാൽ മാക്സിമം എന്താണ് സംഭവിക്കുക? അങ്ങനെ മാക്സിമം മോശമായത് സംഭവിച്ചാൽ എന്താണ് എനിക്ക് അപ്പോൾ ചെയ്യാൻ കഴിയുന്ന പരിഹാരം എന്ന് തുടങ്ങിയ നിങ്ങളുടെ ഭയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുകയും ചെയ്യുക. വ്യക്തത ഭയത്തെ ചുരുക്കുന്നു. ക്ലാരിറ്റി ഷ്രിങ്ക്സ് ഫിയർ. ഈ നാലാമത്തെ സ്റ്റെപ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എഴുതുക. എല്ലാ ദിവസവും എഴുതാൻ കഴിഞ്ഞാൽ 7 ഇരട്ടി ഫലം. അഞ്ചാമത്തെ സ്റ്റെപ്പ്, ട്രെയിൻ യുവർ നെർവസ് സിസ്റ്റം. നിങ്ങളുടെ നാഡിഞരമ്പുകളെ ശക്തമാക്കുക. അതിനായി ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ള കാര്യങ്ങൾ പറയാം. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് പ്രശ്നമില്ലാത്തവർ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കോൾഡ് എക്സ്പോഷർ ബിൽഡ്സ് റെസിലിയൻസ് എന്നാണ്. അതായത് നാഡിഞരമ്പുകൾക്ക് ഭയത്തെ പ്രതിരോധിക്കുന്ന ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് തണുപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അത് തണുത്ത വെള്ളത്തിൽ കുളിക്കലാകാം, തണുപ്പുള്ള സ്ഥലങ്ങളിൽ സമയം ചിലവഴിക്കുന്നതാകാം. അതുകൂടാതെ രാവിലെ പുല്ലിൽ നഗ്നപാതമായി നടക്കുന്നത് നാഡിഞരമ്പുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഉത്തമമായ കാര്യമാണ്. അതുപോലെ സ്ലോ ബ്രീത്തിങ് കാംസ് ഫിയർ സിഗ്നൽസ്. അതായത് നമ്മുടെ സ്ലോ ബ്രീത്തിങ് മീൻസ് സാവകാശം ഫുൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും സാവകാശം ഫുൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതും. അത് മൂക്കിലൂടെ, നാസികാദ്വാരത്തിലൂടെ ആയാലും വായിലൂടെ ആയാലും, രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല. എവിടെ എടുത്ത് എവിടെ വിടുന്ന രീതിയും കുഴപ്പമില്ല. സാവകാശം ശ്വാസം ഫില്ല് ചെയ്ത് സാവകാശം പുറത്തേക്ക് വിടുന്ന ആ ബ്രീത്തിങ് രീതിയും നമ്മുടെ ഭയം ജനിപ്പിക്കുന്ന ആ പ്രകൃതത്തിനെ തടയുന്ന നെർവസ് സിസ്റ്റം സ്റ്റിമുലേഷൻ, ആ ഒരു ഉത്തേജനം ഉണ്ടാക്കുന്ന, ആ ഭയം ജനിപ്പിക്കുന്നതിനെ തടയുന്ന ഉത്തേജനം നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാക്കുന്നതാണ് ആ ഒരു ബ്രീത്തിങ് രീതി. അതുപോലെ ഏതെങ്കിലും മെഡിറ്റേഷനുകൾ ശീലിക്കുന്നതും നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഉത്തേജനം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ലഘു വ്യായാമങ്ങൾ ചെയ്യുക. നമ്മുടെ മസിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള വ്യായാമങ്ങളല്ല ഫിയർ ഫാക്ടർ, ഭയം മാറാൻ വേണ്ടി ചെയ്യുന്നത് ലഘു വ്യായാമങ്ങൾ, നമ്മുടെ നാഡിഞരമ്പുകൾക്ക് ഉത്തേജനം ലഭിക്കുന്ന ലഘു വ്യായാമങ്ങൾ, നടപ്പോ ചെറിയ ജോഗിങ്ങോ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ അത്ര ഏതെങ്കിലും ലഘു വ്യായാമങ്ങൾ മതിയാകും. അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദേഹം മുഴുവൻ മസാജ് ചെയ്യുന്നത്, അത് എണ്ണ തേച്ചോ എണ്ണ തേക്കാതെയോ വെള്ളം
കൊണ്ടോ ഒക്കെ ആകാം ദേഹത്തിലെ എല്ലാ മസിലുകളും ദേഹം മുഴുവൻ ഒന്ന് മസാജ് ചെയ്യുന്നത്. അത് എണ്ണയോ ഒക്കെ ഇല്ലാതെയാണെങ്കിൽ മുഖവും നെറ്റിയും കാലിൻ്റെ പാദങ്ങളും ദേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മസാജ് ചെയ്യുന്നതും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ശക്തമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. ആറാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ചെറുതായി ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുക. ഡോണ്ട് ട്രൈ ടു ഫേസ് യുവർ ബിഗ്ഗർ ഫിയർ ഇമ്മീഡിയറ്റ്ലി എന്നാണ്. നിങ്ങൾ ഭയക്കുന്ന വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യരുത്. അത് ചെറിയ രീതിയിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയോ ലഭിക്കുന്ന സാഹചര്യങ്ങളോ അത് ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുക. ഉദാഹരണത്തിന്, വലിയ ആൾക്കൂട്ടത്തോട് സംസാരിക്കാൻ പേടിയുള്ളവർ ചെറിയ ആൾക്കൂട്ടത്തോട് സംസാരിച്ചു തുടങ്ങുക. സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുള്ളവർ ആദ്യം ഒരു മൂലയിൽ നിന്നുകൊണ്ട് സ്റ്റേജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് എൻ്റെ താഴെ നിന്നുകൊണ്ടോ, അതായത് അതിൻ്റെ ലഘുരൂപങ്ങൾ ചെയ്തു തുടങ്ങുക. മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളത്തിനെ പേടിയുള്ളവർ ആദ്യം മുട്ടൊപ്പം വെള്ളത്തിലോ അരയ്ക്കൊപ്പം വെള്ളത്തിലോ ഒക്കെ സമയങ്ങൾ ദീർഘമായി ചെലവഴിച്ച് ശീലിക്കുക. അങ്ങനെ കൊച്ചു രീതിയിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഭയമുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ ചെയ്യുക. ഇരുട്ടിനെ പേടിയുള്ളവർ ആ ചെറിയ ഇരുട്ടിൽ, വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ ഉള്ളപ്പോൾ പുറത്ത് ചെറിയ ഇരുട്ടിലേക്കൊക്കെ ഇറങ്ങി നടക്കുക. അങ്ങനെ ഏത് പേടികളാണോ അത് കൊച്ചു രീതിയിൽ അതിനെ ആ പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുക. അതിൻ്റെ സമയം വർദ്ധിപ്പിക്കുക. അങ്ങനെ മെല്ലെ ആ വലിയ ഭയങ്ങളിലേക്ക്, നിങ്ങൾക്ക് വലിയ ഭയമുള്ള കാര്യങ്ങളിലേക്ക് മെല്ലെ മാത്രം പോവുക. ഒറ്റയടിക്ക് ആ വലിയ ഭയത്തെ മറികടക്കുന്ന ആക്ഷനിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് ആ ഭയത്തെ മറികടക്കുന്ന മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത്. പക്ഷെ ചെയ്യണം, ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങണം. ആക്ഷൻ കിൽസ് ഫിയർ. അതുകൊണ്ട് ആ നടപ്പാക്കൽ, ആ പേടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് മടി കാണിക്കരുത്. ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുക തന്നെ ചെയ്യുക. നിങ്ങൾക്ക് നിയന്ത്രണമുള്ള, നിങ്ങൾക്ക് കൺട്രോൾ ഉള്ള, ഇപ്പം വണ്ടി ഓടിക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി, അപ്പം നിങ്ങൾക്ക് കൺട്രോൾ ഉള്ള രീതിയിൽ അത് ചെയ്തു തുടങ്ങുക, നടപ്പാക്കി തുടങ്ങുക എന്നത് തന്നെയാണ്. ഈവൻ സ്മോൾ പ്രോഗ്രസ് ടെൽസ് യുവർ ബ്രെയിൻ ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. അർത്ഥം, ചെറിയ പുരോഗതി പോലും നിങ്ങളുടെ മസ്തിഷ്കത്തോട് പറയുന്നു എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഏഴാമത്തെ പോയിന്റ്, ഭയമുള്ള കാര്യങ്ങൾ ഭയമില്ലാതെ നടപ്പാക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക, സങ്കല്പിക്കുക. ബ്രെയിൻ അത് റിയലായി നടപ്പാക്കിക്കൊള്ളും. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നാരങ്ങ പിഴിയുന്ന സീനോ അല്ലെങ്കിൽ ഒരു വാളൻ പുളി കഴിക്കുന്ന സീനോ ഒക്കെ, പുളി ഉപയോഗിക്കുന്നത്, നാരങ്ങ പിഴിയുന്നതൊക്കെ ഒരു 5 മിനിറ്റ് കണ്ണടച്ചിട്ട് സങ്കല്പിച്ചാൽ നാവിൽ വെള്ളം ഊറും എന്നത് യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് യഥാർത്ഥമായി ബ്രെയിൻ എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ഭയപ്പെടുന്ന കാര്യങ്ങൾ ഭയമില്ലാതെ നടപ്പാക്കുന്നതായി സങ്കല്പിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, വിശദാംശങ്ങൾ പോലും, എന്താണോ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ആ കാര്യങ്ങൾ വ്യക്തമായി വിശദമായി ഓടിച്ചു വിടുകയല്ല, 1 by 1 ആയി കൊച്ചു കാര്യങ്ങൾ, അതാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതിലെ കൊച്ചു കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഞാൻ ഉദാഹരണം പറയാത്തത് നിരവധി വ്യത്യസ്തമായ ഭയങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. അത് എന്ത് തന്നെ ആയാലും ആ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ അവിടെ എന്തൊക്കെ നടക്കുമോ അതെല്ലാം ഭയമില്ലാതെ കോൺഫിഡന്റ് ആയി നടപ്പാക്കുന്നതായി ഡീറ്റെയിൽസ് സഹിതം വിശദാംശങ്ങളായി അതിലെ കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 5 മിനിറ്റ് സങ്കല്പിക്കുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്, സങ്കല്പിക്കുന്നത് ഭയം മാറ്റുന്നതിനുള്ള ഒരു സൂപ്പർ മെന്റൽ എക്സർസൈസ് ആണ്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് ഭയം മാറ്റുന്നതിനുള്ള ഒരു സൂപ്പർ മെന്റൽ റിഹേഴ്സൽ ആണ്. റിഹേഴ്സൽ ഏത് കാര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ചിന്തിക്കുക. റിഹേഴ്സൽ ഏത് കാര്യവും മെച്ചപ്പെടുത്തും. ഒരു 5 മിനിറ്റെങ്കിലും നിത്യവും വിഷ്വലൈസ് ചെയ്യുന്നത്, ഭയമില്ലാതെ ആ കാര്യങ്ങൾ നടപ്പാക്കുന്നത്, സങ്കല്പിക്കുന്നത്, ആ ഭയം മാറ്റുന്നതിനുള്ള ഏറ്റവും സൂപ്പർ റിഹേഴ്സലാണ്. ദിവസവും 5 മിനിറ്റെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുക. 8ാമത്തെ പോയിന്റ്, കഴിയുന്ന കാര്യങ്ങളെങ്കിലും ആ ഭയത്തോടെ ചെയ്യുക. കഴിയുന്ന കാര്യങ്ങൾ, ആ ഭയത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആ ഭയത്തോടെ ചെയ്യുക. അപ്പോഴുണ്ടാകുന്ന ആ ഡിസ്കംഫർട്ട് ഒരു എക്സർസൈസ് ആയി കണക്കാക്കുക. 9ാമത്തെ പോയിന്റ് വളരെ നിസ്സാരമെന്നും ലളിതമെന്നും തോന്നിക്കും, പക്ഷെ പവർഫുൾ ആണ് ഭയം മാറ്റുന്ന കാര്യത്തിൽ. 9ാമത്തെ പോയിന്റ്, ബിൽഡ് എ ട്രാക്ക് റെക്കോർഡ്. വ്യക്തമാക്കി തരാം. അതിനായി ഒരു ചെറിയ ബുക്ക് വെക്കണം. നേരത്തെ എഴുതുന്ന റഫ് ബുക്ക് അല്ല, ഒരു ചെറിയൊരു ബുക്ക് വെച്ചിട്ട്, ഒരു റെക്കോർഡ് ബുക്ക് വെച്ചിട്ട്, ചെറിയൊരു ബുക്ക് വെച്ചിട്ട് ഇന്നലെ
വരെ ആ ഭയന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റുമുണ്ട്. ആ ഭയന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് എത്ര ചെറിയ കാര്യമാകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ, എങ്ങനെ ചെയ്തതാകട്ടെ, ഭയത്തോടെ ചെയ്തതാകട്ടെ, ഭയം മാറി ചെയ്തതാകട്ടെ, എങ്ങനെ ചെയ്താലും അത് എഴുതി വെക്കണം. അതാണ് ആ ട്രാക്ക് റെക്കോർഡ്. അത് ഭയത്തോടെ ചെയ്തതെങ്കിൽ അത് ഭയത്തോടെയാണെങ്കിൽ ഞാൻ ചെയ്തു, ഭയമില്ലാതെ ചെയ്തു, ഒരാളുടെ സഹായത്തോടെ ചെയ്തു, അത് എങ്ങനെ ചെയ്താലും ഇന്നു മുതൽ ആ ഒരു ഇതിനു മുൻപ് ഭയന്ന കാര്യങ്ങളൊക്കെ, ഭയമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് റെക്കോർഡാക്കുക. ബിൽഡ് എ ട്രാക്ക് റെക്കോർഡ്. ഇത് മനഃശാസ്ത്രപരമായി ആ ഭയം മാറ്റുന്ന പ്രക്രിയയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് തള്ളിക്കളയരുത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ അതോടൊപ്പം ഓർക്കാം, പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ടതില്ല. അത് ചെയ്താൽ മതി, ഒന്ന് ഭംഗിയായാൽ മതി. പൂർണ്ണത, പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഭയമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ചെയ്തു തുടങ്ങുമ്പോഴൊന്നും അതിന്റെ പൂർണ്ണത നോക്കണ്ട. അത് എങ്ങനെയെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞോ, അതായത് മറ്റ് അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ അത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ പൂർണ്ണത നോക്കേണ്ടതില്ല. ബിൽഡ് എ ട്രാക്ക് റെക്കോർഡ്. അതോടൊപ്പം അതൊക്കെ എഴുതി വെക്കുകയും ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പോയിന്റാണ്. 10ാമത്തെ പോയിന്റ്, അതിലേറെ ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് 10ാമത്തെ പോയിന്റ് ഇതാണ്: സെലിബ്രേറ്റ് യുവർ സക്സസ്. നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുക. അതെത്ര കൊച്ചു വിജയങ്ങളാകട്ടെ, വലിയ വിജയങ്ങളാകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുവരെ ഭയമുണ്ടായിരുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്ത് വിജയിക്കുമ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ആ ഫിയർ സിഗ്നൽസ്, ആ ഫിയർ ട്രിഗർ ആകുന്ന ആ പ്രകൃതം തന്നെ മാറ്റുന്നതിന് നിങ്ങളുടെ മസ്തിഷ്കത്തെ പ്രാപ്തമാക്കുന്ന ഒരു പവർഫുൾ കാര്യമാണ്. നിങ്ങളുടെ എല്ലാ സക്സസുകളും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. കൊച്ചു കൊച്ചു സക്സസുകൾ പോലും. അതായത് ഇപ്പോൾ ഫിയർ ഫാക്ടർ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ ഗുണകരമാവുക. എല്ലാവർക്കും ചെയ്യാം. അതായത് ഒന്ന് വ്യക്തമാക്കാം, ഇപ്പോൾ ഫിയർ ഫാക്ടർ ഉള്ളവർക്ക്, ആ പേടി ഉള്ളവർക്കാണ് ഇത് കൂടുതൽ ഗുണകരമാവുക. പക്ഷെ പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും വിശദമാക്കി വ്യക്തമാക്കി പറയുന്നത്. അവർ എല്ലാ കാര്യങ്ങളും, തൻ്റെ ജീവിതത്തിലെ എല്ലാ സക്സസുകളും സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം. അത് ബാലിശമായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കൊച്ചുകുട്ടി ഒരു സോഫയിൽ സ്വയം കയറാൻ കഴിയാതെ മറ്റുള്ളവർ എടുത്തിരുത്തിയിരുന്ന ആ കുട്ടി വലിഞ്ഞു കയറാൻ ശ്രമിച്ച് അത് ആദ്യമായി വിജയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബാലിശമായ ആഹ്ലാദ പ്രകടനമുണ്ടല്ലോ, അതുപോലെ ബാലിശമായി ആ സ്വന്തം സക്സസുകളെ ആഘോഷിക്കണം. ഒരു വിഭവം, നിങ്ങളുടെ ഭയങ്ങൾ മറ്റു മേഖലകളിലാണെങ്കിലും പാചകം ചെയ്യുന്ന ഒരു വിഭവം നന്നായെങ്കിൽ ആ പാചകത്തെ അതിനെ ഒന്ന് ആഘോഷിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മൊത്തമോ അത്യാവശ്യം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നത്രയും സെലിബ്രേഷൻ ചെയ്യാനുള്ള മാനസികാവസ്ഥ, ആ ഒരു നാണക്കേടില്ലായ്മ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ, ഒരു കേക്കൊക്കെ മുറിച്ചൊന്ന് ഒന്ന് ആഘോഷിക്കാം. അത്രയും കഴിയില്ല എങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും സ്വയമെങ്കിലും വെൽ ഡൺ യാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വയം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അത് പറയുമ്പോൾ ഓർക്കുകയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഏതാണ്ട് 10, 25, 30 വയസ്സ് വരെയൊക്കെ തുറന്നിട്ടുണ്ടാവണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴും, വീട്ടിലാകുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ സക്സസ് ആയി കഴിയുമ്പോഴും ഞാൻ ടഡായിൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു സെലിബ്രേഷൻ ചെയ്യുമായിരുന്നു. അതെൻ്റെ മാതാവും പിതാവും ഒക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യമുള്ള സമയത്ത് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. സ്വാതന്ത്ര്യം ഇല്ലാത്തത്, അതായത് പബ്ലിക്കിലൊക്കെ ആണെങ്കിൽ ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പോഴൊന്ന് മനസ്സിൽ ജസ്റ്റ് ഒന്ന് എക്സലന്റ് യാ വാവ് എന്നൊക്കെ പറഞ്ഞ് സ്വയം സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ കൊച്ചു കൊച്ചു സക്സസുകൾ മുതൽ വലിയ സക്സസുകൾ വരെ നിങ്ങളുടെ എല്ലാ സക്സസുകളും സെലിബ്രേറ്റ് ചെയ്തൊന്ന് ശീലമാക്കൂ, അതൊന്ന് ആരംഭിക്കൂ. ബ്രെയിൻ വേറെ ലെവലിലേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുപോലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി അതുകൂടെ ഒന്ന് സൂചിപ്പിക്കുന്നു. അതായത് നെഗറ്റീവ് ന്യൂസുകൾ, നെഗറ്റീവ് സീരിയലുകൾ, അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അത് മെയിൻ സ്ട്രീം മീഡിയകളിലാകട്ടെ, സോഷ്യൽ മീഡിയകളിലാകട്ടെ, നെഗറ്റീവ് ന്യൂസുകൾ, നെഗറ്റീവ് സീരിയലുകൾ തുടങ്ങിയവ പരമാവധി ഒഴിവാക്കുക. അത് നമ്മുടെ ഫിയർ ഫാക്ടർ ട്രിഗർ ചെയ്യുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും അതുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ഹൈപ്പ് പോയിന്റുകൾ നൽകാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മനസ്സുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്